എല്ലാവർക്കും നമസ്കാരം. ECE തുടക്കം എന്ന ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടു എന്നാണ് വിചാരിക്കുന്നത്. അപ്പം എനിക്ക് ഇതുവരെ 16 സപ്ലി ഉണ്ട് ഇതുവരെ. ഞാനിപ്പം S4 കഴിഞ്ഞ് ജൂലൈ തൊട്ട് S5 ആണ് തുടങ്ങാൻ പോണത്. അപ്പോൾ എനിക്ക് ഇതുവരെ S1 S2 S3 എന്ന് 16 സപ്ലി ഉണ്ട്. അപ്പം ഞാൻ അത് പറഞ്ഞ 4 സപ്ലി എക്സാം ഞാൻ എഴുതി. അപ്പം അത് ക്ലിയർ ആവുമെന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്, കാൽക്കുലേറ്റ് ഒക്കെ ചെയ്തപ്പം. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്കിനി 12 സപ്ലി S3 വരെ ഉണ്ട്. പിന്നെ S4 ന്ന് എനിക്കൊരു 2 സപ്ലി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 14 സപ്ലി ഇപ്പോൾ ഉണ്ട്. അപ്പം S5 S6 S7 S8 ഇനിയുള്ള 4 സെമിസ്റ്ററിൽ നിന്നും കൂടെ ഞാനൊരു 4 പേപ്പറോളം 4x4 16 4 പേപ്പറോളം ക്ലിയർ ചെയ്ത് പോയാൽ മറ്റുള്ളവരെ പോലെ തന്നെ 2028 എനിക്കും പാസ് ഔട്ടായിട്ട് ഇറങ്ങാവുന്നതാണ്. അപ്പം ഞാൻ നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്, S5 എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 10 SGPA ആണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സിലബസ് നോക്കി. അവിടെ സിലബസ് എടുത്ത് പഠിക്കുന്നതൊക്കെ സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. അപ്പം ഇവിടേക്കാണ് സിലബസ്. ഞാൻ സിലബസ് എടുത്ത് നോക്കി ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇനി സിലബസ് അനുസരിച്ചാണ് പഠിക്കാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ 10 സെമസ്റ്റർ ഗ്രേഡ് അത് എടുക്കണമെങ്കിൽ 10 നമ്മുടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ 10 SGPA ആണ്. അപ്പോൾ അത് എടുക്കണമെങ്കിൽ നമുക്ക് ഇൻറ്റേർണൽ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ബിടെക് പഠിക്കുന്നവർക്കായി ഇൻറ്റേർണൽ എന്ന് പറയുന്ന കാര്യമുണ്ട്. എന്ന് വെച്ചാൽ 2 സീരീസ് ഉണ്ട്. ആ 2 സീരീസിന് 40 ഏകദേശം ഒരു 36+ മേടിച്ചാലേ എനിക്ക് ഇൻറ്റേർണൽ 36+ 2 കൂടെ മേടിച്ചാലേ എനിക്ക് ഇൻറ്റേർണൽ 100ന് 60 എക്സാമിനുള്ള യൂണിവേഴ്സിറ്റി എക്സാം, ബാക്കി 40 ഇൻറ്റേർണലാണ്. അപ്പോൾ എനിക്ക് സീരീസ് 36+ മേടിച്ചാൽ മാത്രമേ ഞാൻ വിചാരിക്കുന്ന പോലെ എല്ലാ വിഷയത്തിനും എസ് ഗ്രേഡ് എടുക്കാൻ പറ്റൂ. അപ്പം S5 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് അപേക്ഷിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക്സ് എന്ന പേപ്പറുണ്ട്. അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, കൺട്രോൾ സിസ്റ്റം, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്, സെൻസേഴ്സ് ആൻഡ് ആക്ച്വേറ്റേഴ്സ്. ഇത് എലക്റ്റീവാണ്. അപ്പോൾ എലക്റ്റീവ് ഒരു 4-5 വിഷയമുണ്ട്. അതിൽ നിന്ന് നമുക്ക് എളുപ്പവും തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയം എടുക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ഡേറ്റ സ്ട്രക്ചേഴ്സ്, സെൻസേഴ്സ് ആൻഡ് ആക്ച്വേറ്റേഴ്സും, പിന്നെ എനിക്ക് ഒരു വിഷയം കൂടെ എന്തോ ഉണ്ട്. ഈ 4 വിഷയത്തിന് ഏതെങ്കിലും ഒരു വിഷയം എടുക്കാം. ഞാൻ സെൻസേഴ്സ് ആൻഡ് ആക്ച്വേറ്റേഴ്സാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു മൂക്കുണ്ട്, അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന പേപ്പറാണ്. അത് നമ്മൾ കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്. അപ്പം അത് നോക്കേണ്ട കാര്യമില്ല. പക്ഷെ അതിന് ഒരു ക്രെഡിറ്റ് ഉണ്ട്. അത് നമ്മൾ പാസ്സായില്ലെങ്കിൽ പിന്നെ അത് എഴുതിയെടുക്കണം, അല്ലെങ്കിൽ സപ്ലൈ ആയിട്ട് ഇരിക്കും. അത് എഴുതിയെടുത്താലേ നമുക്ക് ബിടെക് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. S2 എനിക്കൊന്ന് ഇതേപോലെ 2027 സ്കീമിൽ ഇരിക്കുന്ന നാസ്കോം എന്ന് പറയുന്നൊരു എക്സാമുണ്ട്. ഇതേപോലത്തെ ഒരു ക്രെഡിറ്റേ ഉള്ളൂ. എക്സാം മൾട്ടിപ്പിൾ MCQ പോലെയാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ്. അത് നമുക്ക് വലുതായിട്ട് നോക്കണ്ട. അപ്പോൾ ഈ 4 വിഷയങ്ങളാണ് ഞാൻ പഠിച്ചു പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ S5 എൻ്റെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലെ പേപ്പറാണ്. അപ്പോൾ അത് എനിക്കറിയില്ല, ജൂലൈ 1 ക്ലാസ് തുടങ്ങും. അപ്പോൾ എങ്ങനെ പോയാലും ഓഗസ്റ്റിലായിരിക്കും എൻ്റെ ഫസ്റ്റ് സീരീസ് വരുന്നത്. അപ്പം ജൂലൈ ഒരു 30 ദിവസം കൂട്ട്, ഇന്നത്തെ 15 45 ദിവസമുണ്ട്. 45 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം പഠിച്ച് തീർക്കുകയും വേണം. എനിക്ക് സപ്ലിയിൽ 4 പേപ്പർ പഠിക്കുകയും വേണം. 4 പേപ്പർ എഴുതിയെടുക്കാനുള്ള ഒരിതാണ്. അപ്പോൾ അതും പഠിക്കണം, എല്ലാം പഠിക്കണം. അപ്പം എൻ്റെ ഇന്ന് തൊട്ടാണ്, ജൂലൈ 15 തൊട്ടാണ് എൻ്റെ ഡേ 1. എൻ്റെ ജേർണി തുടങ്ങാൻ പോണ ജൂലൈ 15 തൊട്ടാണ്. ഇന്ന് തൊട്ട് ഞാൻ ഓരോ പേപ്പർ പഠിച്ച് തീരും. ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും ഞാൻ ഒരു വീഡിയോ എടുക്കും, എന്നിട്ട് ചാനലിലിടും. അപ്പോൾ നിങ്ങൾക്കും എൻ്റെ കൂടെ പഠിച്ചു വരുന്നവർക്ക് അതൊരു മുതൽക്കൂട്ടാവും. അപ്പോൾ നിങ്ങൾക്കും പഠിച്ചു വരാമല്ലോ എൻ്റെ കൂടെ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.